ശിവപുത്രിയായ ഭദ്രകാളിയുടെ വസൂരി നക്കിത്തൊടിച്ചില്ലായ്മ ചെയ്യാൻ സാക്ഷാൽ പരമശിവന്റെ കണ്ഠത്തിൽ നിന്നും രൂപമെടുത്ത് കർണത്തിലൂടെ പുറത്തു വന്ന മൂർത്തിയാണ് ഖണ്ഡാകർണൻ അഥവാ അഗ്നികണ്ഠാകർണൻ. ചുറ്റും 16 കത്തുന്ന പന്തങ്ങളും 12 അടി ഉയരമുള്ള മുടിയോടും കൂടിയാണ് ഖണ്ഡാകർണൻ തെയ്യക്കോലമായി എത്തുന്നത്. ഏറ്റവും കൂടുതൽ പന്തങ്ങളോടുകൂടി കെട്ടിയാടുന്ന തെയ്യം കൂടിയാണ് ഖണ്ഡാകർണൻ. കണ്ണിന് ചുറ്റും വെളുപ്പിലുള്ള ചുവന്ന കുത്തുകളുള്ള മുഖത്തെഴുത്ത് വസൂരിയെ സൂചിപ്പിക്കുന്നു. കൂടാതെ കരിന്താടിയും പൊയ്ക്കണ്ണും കയ്യിൽ ത്രിശൂലവും കൂടി കാണാം. ഇനി നമുക്ക് ഖണ്ഡാകർണൻ്റെ കഥ കേൾക്കാം. ഈ പുരാണ കഥ തുടങ്ങുന്നത് മഹിഷാസുരനെ കാളി വധിക്കുന്നത് മുതലാണ്. മഹിഷാസുരനെ ഭദ്രകാളി വധിച്ചതിൽ കോപം പൂണ്ട് ദാരികാപത്നി മനോദരി മഹാദേവനെ തപസ് ചെയ്യുന്നു. എന്നാൽ ആദ്യമൊക്കെ മനോദരിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ മടി കാണിച്ചെങ്കിലും പിന്നീട് പാർവതി ദേവിയുടെ നിർബന്ധത്താൽ സാക്ഷാൽ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും വരം ചോദിച്ച മനോദരിക്ക് തൻ്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളികൾ നൽകി പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. അങ്ങനെ തനിക്ക് ലഭിച്ച വരം പരീക്ഷിക്കാൻ തീരുമാനിച്ചു നിൽക്കുന്ന മനോദരി പിന്നീട് കാണുന്നത് മഹിഷാസുര വധം കഴിഞ്ഞു വരുന്ന ഭദ്രകാളിയെയാണ്. മഹിഷാസുരനെ വധിച്ച് വിജയശ്രീലാളിതയായി വരുന്ന ഭദ്രകാളിയുടെ മേൽ മനോദരി ആ വിയർപ്പു തുള്ളികൾ തളിച്ചു. പെട്ടെന്ന് തന്നെ വിയർപ്പു തുള്ളികൾ പതിഞ്ഞിടത്തെല്ലാം വസൂരിക്കുരുക്കൾ രൂപപ്പെട്ടു. ഇതറിഞ്ഞ മഹാദേവൻ കോപം പൂണ്ട് ഭദ്രകാളിയുടെ വസൂരി മാറ്റുവാനായി സൃഷ്ടിച്ചതാണ് ഖണ്ഡാകർണനെ. അങ്ങനെ ഖണ്ഡാകർണൻ ഭദ്രകാളിയുടെ കാൽപാദം മുതൽ കഴുത്തുവരെ നക്കിത്തടിച്ച് വസൂരി ഇല്ലായ്മ ചെയ്തു. പിന്നീട് മുഖത്തെ കുരുക്കൾ ഇല്ലാതാക്കാൻ തുടങ്ങിയപ്പോൾ രണ്ടുപേരും സഹോദരരാണെന്ന കാരണത്താൽ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് ഭദ്രകാളി ഖണ്ഡാകർണനെ തടഞ്ഞു. അങ്ങനെ രോഗാവസ്ഥ മാറിയ ഭദ്രകാളി ഖണ്ഡാകർണനോട് മനോദരിയെ പിടിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. പക്ഷേ ഭദ്രകാളിക്ക് മുന്നിലെത്തിയ മനോദരി തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു. ഇതിൽ അലിവു തോന്നി ഭദ്രകാളി മനോദരിയോട് ക്ഷമിക്കാൻ തീരുമാനിക്കുന്നു. പിന്നീട് അവളെ വസൂരിമാല എന്ന നാമം നൽകി തൻ്റെ സന്തത സഹചാരിയായി വാഴാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ച കാര്യം വിജയകരമായി പൂർത്തീകരിച്ച മകനെ പിന്നീട് മഹാദേവൻ ജനരക്ഷാർത്ഥം ഇടവിലോകത്തേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ കണ്ടാൽ അരിപ്പവക്കീർപ്പവും ധൂമവും തുളിർപ്പും ഒന്നുമില്ലാതെ താൻ എങ്ങനെ ഭൂമിയിൽ ചെല്ലുമെന്ന് ചോദിച്ചപ്പോൾ മഹാദേവൻ അളവിന് മഞ്ഞൾ പൊടിയും അളവിന് കുരുമുളക് പൊടിയും പ്രസാദമായി കൊടുത്തു. ഇതിലും തൃപ്തിപ്പെടാത്ത ഖണ്ഡാകർണന് വായിൽ അഗ്നിയും തലയിൽ നെരിപ്പോടും 2000 കൈകളും 3000 തൃക്കണ്ണും 3 കോടി രോമദ്വാരവും ഇടത്തെ കൈയിൽ ശൂലവും മണിയും വലത്തെ കൈയിൽ ചൂട്ടും ചൂരക്കോലും തിരുനീരും പോക്കണവും അരയിൽ 16 പന്തവും 101 കോൽത്തിരിയും സപ്തമാതൃക്കളെയും 1001 കുരിപ്പും കൊടുത്തു. അങ്ങനെ ദൈവപ്രഭാവം ലഭിച്ച് ഖണ്ഡാകർണൻ ഭൂമിയിലെത്തി. അന്ന് കാശി രാജ്യം ഭരിച്ച രാജാവ് ഖണ്ഡാകർണനെ കാണുകയും ഗവനിക്കാതിരിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി രാജാവിന് വസൂരി പിടിപെട്ടു. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഖണ്ഡാകർണൻ്റെ കോപമാണ് രോഗകാരണമെന്ന് മനസ്സിലാക്കിയ കാശി രാജാവ് പരിഹാരമെന്നോണം തൻ്റെ മേൽനോട്ടത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ഖണ്ഡാകർണനെ അതിൽ കുടിയിരുത്താൻ തീരുമാനിച്ചു. പിന്നീട് വടക്കൻ ദേശത്ത് പലയിടങ്ങളിലും സ്ഥാനമുറപ്പിച്ച ഖണ്ഡാകർണന് കോലവും കോഴിയും കുരുതിയും തിറയും പൂജയും കലശവും തർപ്പണവും നൽകി തൃപ്തിപ്പെടുത്തിപ്പോരുന്നു ഇന്നും. അഗ്നിയിൽ ജ്വലിച്ചെഴുന്നള്ളും ദേവൻ അഗ്നികണ്ഠാകർണൻ ഭൈരവാദി മന്ത്രമൂർത്തികൾ എന്നറിയപ്പെടുന്ന ദേവതാ സങ്കല്പങ്ങളിൽ പ്രധാനിയാണ്. മലയ സമുദായക്കാരാണ് പൊതുവെ ഈ തെയ്യക്കോലം കെട്ടിയാടാറുള്ളത്.
അതുകൊണ്ടായിരിക്കണമെന്ന് ശ്രീ മഹാദേവൻ തിരുവനല്ല ആൾക്കാരന്മാരെ ഭക്തന്മാരെ എന്റെ തന്ത്രേ ദൈവം അഗ്നിയാണ്ടാരൻ അഗ്നി നട്ട് പടാപക്ഷമായിരിക്കുന്ന ഒരു സ്ഥലത്ത് മുൻപാതാരം എന്ന പോലെ വിടർന്നു നിൽക്കുന്ന പുഷ്പം പോലെ അല്ലേ അല്ലേ അറിയുന്നവർക്ക് മനസ്സിന് ആനന്ദം കൊടുക്കട്ടെ അല്ലേ കാണുന്നവർക്ക് കണ്ണിന് കുളിർമയാവട്ടെ അല്ലേ എന്റെ കണ്ണാടി പ്രമുഖാലം ദേശത്തിനകത്ത് കുഴിഞ്ഞ കുന്നിനകത്ത് എന്റെ കൊറ്റാളി കന്നീരാസ്ഥലക്കൂറുപാധാരമായിട്ട് ശ്രീഭൂമിയും നാട്ടുപുതിയവളും ഞാനും ശേഷൻ ദേവാലും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ അല്ലേ ഈ മഹാദേവൻ തിരുവല്ലച്ചന്റെ മൂന്നാം തൃക്കണ്ണിൽ പൊട്ടിപ്പുറപ്പെട്ടു അല്ലേ ശ്രീഭൂമിയും 3000 കോടി പെരുമ്പടയും അല്ലേ പൗരേ പൗരേ ഞാൻ വിശേഷിക്കുന്നത് അവരെ അന്ന് അല്ലേ ശ്രീ മഹാദേവൻ തിരുനല്ലച്ചൻ അല്ലേ അല്ലേ കൊടുത്തത് മുള്ളി അല്ലേ കറുപ്പിന്റെ തലക്ക് കൊടുത്തതല്ലേ അപ്പോൾ അല്ലേ എന്റെ ധർമ്മത്താച്ചി വിതച്ചാൽ വിളയുമോ അല്ലേ വിളഞ്ഞാൽ ഫലമുണ്ടാകുമോ എന്നറിയണ്ടേ അല്ലേ എന്നിട്ടോ മുമ്മണി പുരിപ്പെടുത്തിട്ട് ഇവിടെ വെട്ടിനി ശ്രീ മഹാദേവൻ തിരുനല്ലത്തിന്റെ തിരുമുഖത്തല്ലേ 10000 വസൂരിയും തിരുമെയിലും കൊടുത്തു അല്ലേ ഇന്ന് ശ്രീ മഹാദേവൻ തിരുനല്ലച്ചൻ കടകി ഒഴിച്ച് കുടപ്പാടി വരുത്തി ആഴ്ചയെത്തിയിട്ടുണ്ട് അല്ലേ ശ്രീകൂർമ്മ കൊടുത്തു എന്നാൽ എല്ലാത്തിലും മൂത്ത വട്ടതിരിയായിരിക്കുന്നവർ അല്ലേ മനസ്സാൽ അറിഞ്ഞു ശ്രീ മഹാദേവൻ ഹോമകുണ്ടത്തിൽ ഹോമം ചെയ്തു 40 ദിവസം ചെയ്തു 41ാമത്തെ ദിവസം ഹോമകുണ്ടത്തിൽ നിന്ന് ഉത്ഭവിച്ചു നാട്ടുവര ദേവത അല്ലേ ദേവലോകത്ത് കൈയെടുത്തു 10 വട്ടതിരിമാരുടെ അല്ലേ മഹാവ്യാധിയായി തീർത്തു തടകി ഒടിച്ചു ഗുണപ്പാട് വരുത്തി ആൽസ്യത്തിൽ തീർത്ത് ജഗതായ കളത്തിൽ വെച്ച് രക്ഷിച്ചു അല്ലേ അല്ലേ തന്ത്രി കോരേ അപ്രകാരം മലയരിക്കും കടലരിക്കാവുന്നത് അല്ലേ 2 പേരും അന്നൊന്ന് കൽപ്പിച്ചിട്ടുണ്ട് അല്ലേ കിട്ടിയാൽ പകുതിയും പകുതി ഒന്ന് കിട്ടിയാൽ പകുതിയും 2 കിട്ടിയാൽ ഓരോന്നും അവസ്ഥ എന്നിട്ടോ കൈയെടുത്ത് പിന്നെ എവിടെയാണ് സ്ഥാനത്ത് ഉറപ്പിച്ചെടുത്തിനി തെക്ക് അല്ലേ ശങ്കരൻ അല്ലേ ഉപ്പുവന്റെ കനീരാജ് പഠിച്ച് നിന്നിട്ടുണ്ടല്ലോ അപ്രകാരം ഇവിടെ ഉണ്ടല്ലോ എന്നാൽ ദൈവം കണ്ടാരണൻ അത് വിശേഷിച്ച് അപ്രകാരത്തിൽ എന്റെ കൊടുങ്ങല്ലൂർക്ക് ആപാധാരമായിട്ട് അവിഷ്കർപ്പിച്ച പ്രകാരത്തിങ്കൽ അഗ്നിവാദത്തിൽ കയ്യാൽ കേട്ടോ ഭക്തന്മാരെ ഓമരെ ആൾക്കാരന്മാരെ